ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേടിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാമത്തെ അധ്യായം 36-ാം തിരുവചനം ഇപ്രകാരമാണ്: ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ഈശോയുടെ അടുത്തേക്ക് ഒത്തിരി ആളുകൾ കൂടി അവിടെ കണ്ടപ്പോഴേക്ക് ഈശോയ്ക്ക് വലിയൊരു അനുകമ്പ തോന്നുക. അവർ പരിഭ്രാന്തര, അവർ നിസ്സഹായരാ. പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിലില്ലേ ഈ പരിഭ്രാന്തിയും നിസ്സഹായ അവസ്ഥയൊക്കെ? അത് നിൻ്റെ ഈശോ കാണുന്നുണ്ട്. കാണുന്നതെന്ന് മാത്രമല്ല, ഇവിടെ പറയുക അനുകമ്പ കാണിച്ച ഒരു ഈശോയെക്കുറിച്ച്. നിൻ്റെ സങ്കടങ്ങൾ, നിൻ്റെ ദുരിതങ്ങൾ, നിൻ്റെ പരിഭ്രാന്തി, നിൻ്റെ ഒന്നുമല്ലാത്ത അവസ്ഥകളൊക്കെ ഈശോ കാണുന്നുണ്ട്. കാണുന്നത് മാത്രമല്ല, അനുകമ്പ കാണിക്കുന്നു, നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു, നിന്നെ ചേർത്ത് പിടിക്കുന്നു. വചനം പറയുക, അത്രത്തോളം നിന്നിൽ നിൻ്റെ ഈശോയ്ക്ക് താല്പര്യമുണ്ട്. അത്രത്തോളം നിൻ്റെ ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ആ ഈശോയെക്കുറിച്ച് ധ്യാനിക്കുവാനും ആ ഈശോയെ അനുഭവിക്കാനും ഈ പ്രഭാതത്തിൽ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചു നിൽക്കണം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോയെ, അനുകമ്പ കാണിക്കുന്ന നിന്റെ വലിയ സ്നേഹത്തെ ആഴത്തിൽ അനുഭവിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷവും നീ പ്രത്യേകമായിട്ട് ബലപ്പെടുത്തണമേ. നീ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഈ വ്യക്തിയെ നയിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.